ഷിരൂരിൽ അർജുനായുള്ള രക്ഷാദൗത്യം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. നേവിയുടെ ട്രയൽ പരിശോധന നടക്കുകയാണ്. 3 സംഘങ്ങളായി 3 ഡിങ്കി ബോട്ടിലാണ് ഇപ്പോൾ നേവി സംഘം ഇറങ്ങിയിരിക്കുന്നത്. അടിയൊഴുക്കിന്റെ ശക്തിയാണ് അവർ പരിശോധിക്കുന്നത്. സാഹചര്യം അനുകൂലമാവുകയാണ് എങ്കിൽ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഷിരൂരിൽ നിന്ന് ലഭിക്കുന്നത്. ശ്രീകാന്ത് ഇപ്പോൾ പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഈ ട്രയൽ പരിശോധനയുടെ പുരോഗതി എന്താണ്? ഷിരൂരിലെ ദൗത്യമേഖലയിൽ നിന്നുള്ള ആക്ച്വൽ റിപ്പോർട്ട്, ഗ്രൗണ്ട് റിപ്പോർട്ട് ഇപ്രകാരമാണ് വേണു. അതായത് അവിടെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നതിനാൽ ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത ഭാഗത്തെ മണ്ണ് നീക്കം അതിവേഗം പുരോഗമിക്കുകയാണ്. രാവിലെ മഴയായതിനാൽ തന്നെ അവിടെ നിന്നും മണ്ണ് നീക്കം സാധ്യമായിരുന്നില്ല, അത്ര വേഗത്തിൽ സാധ്യമായിരുന്നില്ല. അത് ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറിയ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ, ഇരട്ടി വേഗത്തിൽ പുരോഗമിക്കുന്നു. രണ്ടാമത്തേത്, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ ആ പ്രദേശത്ത്, സ്കൂബ ഡൈവേഴ്സ് ആ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. 3 ഡിഗി ബോട്ടുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതായത് തങ്ങൾക്ക് ഈ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുന്ന തരത്തിലാണോ അവിടുത്തെ അടിയൊഴുക്ക് എന്നുള്ളതാണ് അവരിപ്പോൾ പരിശോധിക്കുന്നത്. അടിയൊഴുക്ക് പക്ഷെ വളരെ ശക്തമാണ് എന്ന് ഈ നേവി വിഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ നദിയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിലാണ് അവിടുത്തെ അടിയൊഴുക്ക് എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, ഈ വിസിബിലിറ്റിയുടെ പ്രശ്നമാണ്. ഈ നദി ഇപ്പോൾ ചുവന്നൊഴുകുന്ന രീതിയിലാണുള്ളത്. അതിനാൽ തന്നെ മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി അത് സൃഷ്ടിക്കുന്നുണ്ട്. അതവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്യാമറയിൽ പോലും വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ചുവന്ന നദി ഇങ്ങനെ ഒഴുകുന്നത് മൂലം എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 1/2 മീറ്റർ മുന്നിലുള്ള വസ്തുക്കൾ പോലും എന്താണ് എന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത അത്ര തരത്തിൽ ഈ കലങ്ങി മറിഞ്ഞ് ചുവന്നൊഴുകുകയാണ് ഈ ഗംഗാവാലി നദി എന്ന് നേവി മുങ്ങൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. മുങ്ങൽ വിദഗ്ധർ അകത്ത് പോയാൽ മാത്രമേ ഈ ലോറിയിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഘട്ടത്തിൽ നടക്കുന്ന ഒരേ ഒരു പ്രവൃത്തി, അത് ഈ മണ്ണ് മാറ്റൽ, മഴ മാറി നിൽക്കുന്ന ഘട്ടത്തിൽ മണ്ണ് മാറ്റൽ അതിവേഗം നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റൊന്ന്, ഈ ഡിഗ്ഗി ബോട്ടുകൾ ഇറക്കി ഈ അടിയൊഴുക്കുണ്ടോ, ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരിശോധനയും നടക്കുന്നുണ്ട്. പക്ഷേ പരിശോധന ഇപ്പോൾ അത്രയധികം ആശ്വാസം നൽകുന്നതോ അല്ല എന്നാണ് അവിടെ നിന്നും കിട്ടുന്ന വിവരം. കാരണം അടിയൊഴുക്ക് അതിശക്തമാണ്, അവർക്ക് ഇറങ്ങി മുങ്ങാൻ സാധിക്കാത്ത തരത്തിലാണ്. അത് അടിയൊഴുക്കം ശക്തമാണ്, അവിടുത്തെ ഈ കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദിയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നാണ് കിട്ടുന്ന വിവരം. മറ്റൊന്ന്, ഈ ഡ്രോൺ പറപ്പിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അതിനുള്ള ബാറ്ററി കാർവാറിൽ നിന്നും ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഏകദേശം 1 മണിയാകും അതിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ തുടങ്ങാൻ. പിന്നെയും സമയമെടുക്കും അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ തന്നെ കിട്ടാൻ. അതായത് വൈകിട്ട് ഒരു 4 മണിയെങ്കിലും ആകും എന്തെങ്കിലും ഒരു കാര്യം ഇക്കാര്യത്തിൽ കൃത്യമായി പറയാൻ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതാണ് സത്യസന്ധമായ ഇപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. വേണു, ശ്രീകാന്ത്, അവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണോ? എന്തൊക്കെയാണ് ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? കാലാവസ്ഥ രാവിലെ മുതൽ തന്നെ മേഘാവൃതമായിരുന്നു. നല്ല മഴ ഇടയ്ക്ക് വരും, അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അത് ദൗത്യമേഖലയിൽ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴയുണ്ടാകാം. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം പോലും. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സ്വാഭാവികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കനത്ത മഴയുണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, ദൗത്യമേഖലയിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി തന്നെ മണ്ണ് നീക്കമടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി, ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ അവിടെ ഈ കരയിൽ 2 ടെൻ്റൊക്കെ സജ്ജമാക്കിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ഡ്രോൺ വർക്കിംഗ് സ്റ്റേഷൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണോ? ഈ ഇന്ദ്രപാലിൻ്റെ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടെൻറ്റുകൾ അതൊരു ഡ്രോൺ സ്റ്റേഷനാണ്, ഒരു താൽക്കാലിക ടെമ്പററി ഡ്രോൺ സ്റ്റേഷനാണ്. ഈ ഡ്രോൺ സ്റ്റേഷനിൽ നിന്നായിരിക്കും ഈ സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നത്. ഒരു വലിയ മിഷൻ വർക്കാണ്. അതായത് ഈ ഡ്രോണുകൾ പറത്തിയതിനു ശേഷമുള്ള സിഗ്നലുകൾ ലഭിക്കണം. ആ സിഗ്നലുകൾ ലഭിച്ച ശേഷം അതിനനുസരിച്ച് കൂടി പരിശോധന അല്ലെങ്കിൽ തിരച്ചിൽ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നേവിയുടെ 2 ബോട്ടുകൾ, മൊത്തം 3 ബോട്ടുകളുണ്ട്. അതിൽ 2 ബോട്ടുകൾ ഇപ്പോൾ ആ പരിസരത്തേക്ക്, അതായത് നമ്മുടെ ഇന്ന് രാവിലെയും ലൊക്കേഷൻ കിട്ടിയ സ്ഥലത്തേക്ക് സമീപിക്കുന്നു. അവിടേക്ക് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്താണ് അവരുടെ അടുത്ത പ്ലാൻ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത
വ്യക്തതയില്ല. കാരണം നേരത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ അണ്ടർ കറൻസ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് മുകളിലെ ഒഴുക്ക് നമുക്കറിയാം, താഴ്ഭാഗത്തും പുഴയുടെ താഴ്ഭാഗത്തും കാര്യമായ ഒഴുക്കുണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ഈ നമ്മുടെ ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും മണ്ണ് മാന്തലും അവിടെ നടക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്കവേറ്റർ ഇറങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ പതുക്കെ ആ പ്ലാറ്റ്ഫോമിന് കുറച്ചുകൂടി സൗകര്യമൊരുക്കി എക്സ്കവേറ്റർ താഴേക്ക് ഇറക്കി കഴിഞ്ഞാൽ പതുക്കെ മണ്ണ് നീങ്ങി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം കൂടി, അങ്ങനെ ഒരു നീക്കം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഏതായാലും 2 ഡിങ്കി ബോട്ടുകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത് ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്തുണ്ട്. ഉടൻ തന്നെ ഡ്രോൺ പരിശോധന നടത്താൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി സിഗ്നൽ, ഒരു ആക്യുറേറ്റ് സിഗ്നൽ അത് കിട്ടും. ആ ഒരു കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ അല്പസമയം മുൻപ് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. എങ്ങനെയായിരിക്കും ഇനി ഇതിന്റെ ഓപ്പറേഷൻ മെത്തേഡ് അരുൺ? നിലവിലിപ്പോൾ 4 ബോട്ടുകളുണ്ട് എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. 4 ബോട്ടുകൾ അവർ പരിശോധന നടത്തുകയാണ്. പ്രാഥമിക പരിശോധനയാണ്. ഈ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഡൈവ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇവർ പരിശോധനയിലുള്ള ഓരോ വിവരവും ഉടൻ തന്നെ അവിടത്തുള്ള കൺട്രോൾ പോയിന്റിൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ അവരൊരു പൊതു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. ഏകദേശം ആ കരയിൽ നിന്ന് ഒരു 20 മീറ്റർ മാറിയാണ് നിലവിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് സോണാർ പരിശോധനയിൽ ലഭിച്ച സിഗ്നലും അതേ പോയിന്റിലാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നേവി നിലവിൽ ഇതിനകം തന്നെ ജില്ലാ ഭരണകൂടത്തെ ആ വിവരം അറിയിച്ചിട്ടുണ്ട്, ആ സിഗ്നൽ ലഭിച്ച വിവരം. എന്തായാലും ഈ ഇത്തരത്തിൽ, അതായത് പോസിറ്റീവാണ് നിലവിൽ ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നേവി സംഘം നൽകുന്ന വിവരമെങ്കിൽ ഉടൻ തന്നെ ഡൈവ് ചെയ്യാനുള്ള നിർദ്ദേശം കൺട്രോൾ പോയിന്റിൽ നിന്ന് ലഭിക്കും. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഈ കൺട്രോൾ പോയിന്റിൽ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കരയിൽ തന്നെയാണ്, തൊട്ടടുത്ത് കരയിൽ തന്നെയാണ് ആ കൺട്രോൾ പോയിന്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ നേവിയുടെ സംഘം, മുങ്ങൽ വിദഗ്ധർ ഈ അടിത്തട്ടിലെത്തിയുള്ള പരിശോധനയിലേക്ക് കടക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഈ 4 ബോട്ടുകളിലായി ഉള്ള ഈ പ്രാഥമിക പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടെ മണ്ണ് നീക്കിയുള്ള നടപടിയും ശ്രമവും ദൗത്യവും സമാന്തരമായി നിലവിൽ നടക്കുന്നുണ്ട്. രണ്ടാമതായുള്ള ഒരു എക്സ്കവേറ്റർ കൂടി അങ്ങോട്ട് എത്തിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ്. നേവിയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അവരെന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ്. നിലവിൽ അടിയൊഴുക്കിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അവർ കുറച്ചുകൂടി റിസ്ക്ലി ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഈ ഡൈവിങ്ങിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കടക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും അവർ പരിശോധനയ്ക്ക് ശേഷം കൺട്രോൾ പോയിന്റിൽ വിവരം കൈമാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് പങ്കുവെക്കാൻ സാധിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും വേണം ഇതാണ്, അതായത് അടിത്തട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്നു. അരുൺ പൂപ്പറമ്പ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അടിയൊഴുക്ക് കൂടുതൽ തന്നെയാണ്, അതിലൊട്ടും കുറവില്ല. അത് ആശങ്കപ്പെടുത്തുന്നു. അത് തന്നെയാണ് തിരച്ചിലിനുള്ള തടസ്സവും. വേണു. ശരി, ഷഫീദ് റാവുത്തറും അരുൺ പൂപ്പറമ്പയുമാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേവിയുടെ 4 സംഘമാണ് ഇപ്പോൾ ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. 4 ഡിങ്കി ബോട്ടുകളിലായി 15 നാവികരാണിപ്പോൾ ദൗത്യത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. സാഹചര്യം അനുകൂലമായാൽ ദൗത്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.